പ്രേക്ഷകർ ഓരോ ദിവസവും ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് രജനീകാന്ത് ലോകേഷ് കൂട്ടുകെട്ടിലെ കൂലി. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കൂലിയിലെ ലിറിക്കൽ വീഡിയോയിൽ പൂജ ഹെഗ്ഡേക്കാളും മലയാളികൾ ആവേശത്തോടെ ഏറ്റെടുത്തത് നമ്മുടെ സ്വന്തം സൗബിനെയായിരുന്നു. ലോകേഷ് കനരാജ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു ആവേശം തന്നെയാണ്. ലോകേഷിന്റെ ഓരോ സിനിമകളുടെയും അപ്ഡേറ്റ്സുകൾ എന്താ പറയാ, ശരിക്ക് നമ്മൾ കാത്തിരിക്കാറുണ്ട്. അപ്പോൾ ലോകേഷ് വിക്രമിനൊക്കെ ശേഷം LCU യൂണിവേഴ്സിൽ നിന്ന് മാറിയുള്ള ഒരു സിനിമയാണ് കൂലി. അപ്പൊ കൂലി ജയിലർ 2ന്റെ ജയിലർ 1ന്റെ വിജയത്തിന് ശേഷം രജനീകാന്ത് ഒരു വലിയൊരു മാസ് സിനിമയായിരിക്കും കൂലി എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ കൂലിയിലെ ഓരോ ഇതിലെ താരങ്ങളുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളൊക്കെയാണ് വന്നത്. അവസാനം വന്ന ആളായിരുന്നു നമ്മുടെ അമീർ ഖാൻ ഒരു ഇതുവരെ വരാത്തൊരു റോളാണെന്നാണ് പറയുന്നത്. നാഗാർജുന ഉണ്ട്, സത്യരാജ് ഉണ്ട്, പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര ഉണ്ട്, പൂജ ഹെഗ്ഡെ, കുറെ താരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു വളരെ ആവേശവും സന്തോഷവും അഭിമാനം ഒക്കെ നൽകുന്നത് സൗബിന്റെ കാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, സൗബിൻ മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ നടനാണ്. ശരിക്കും എത്രയോ വർഷമായിട്ട് മലയാള സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു നടനാണ്. അതായത് സൗബിനെ കുറിച്ച് പറയുമ്പോൾ സൗബിന്റെ അച്ഛൻ ബാബു ഷാഹിറിനെ കുറിച്ച് പറയണം. അദ്ദേഹം നമുക്കറിയാം ഫാസിൽ സാറിന്റെ, അതുപോലെ തന്നെ സിദ്ദിഖ് ലാൽ ആ കൂട്ടുകെട്ടിലേക്ക് സിനിമയിലൊക്കെ അവരുടെ ഒപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രൊഡക്ഷൻ മാനേജറായും പ്രൊഡക്ഷൻ കൺട്രോളറായും പിന്നീട് പച്ചക്കുതിര പോലത്തെ സിനിമകളുടെയൊക്കെ പ്രൊഡ്യൂസറായിട്ടൊക്കെ മലയാള സിനിമയിൽ ഒരു 40-45 വർഷമായിട്ട് തിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബാബു ഷാഹിർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകനായ സൗബിൻ കയ്യെത്തും ദൂരത്ത് സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അതിന്റെ ഒരു അസിസ്റ്റന്റ് പോലെയൊക്കെ വന്ന് ക്രോണിക് ബാച്ചിലറാണ്. അന്ന് ക്രോണിക് ബാച്ചിലറൊക്കെ ഷൂട്ട് അടക്കുമ്പോഴൊക്കെ 18-19 വയസ്സുള്ളൂ സൗബിന്. അവിടെ നിന്ന് അങ്ങോട്ട് സൗബിന്റെ ഫാദർ ബാബു ഷാഹിർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നടനാവാൻ താല്പര്യപ്പെട്ട് സിനിമയിൽ വന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് അവസരമൊക്കെ തേടി വന്ന് ഇവരുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഫാസിൽ സാറിന്റെ സിനിമയിലൊക്കെ പ്രവർത്തിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുൻനിരയിൽ അല്ലെങ്കിൽ ഒരു താരമാവാനോ അല്ലെങ്കിൽ ഒരു താരമൂല്യമുള്ള ഒരു സിനിമാക്കാരൻ, നമുക്ക് അങ്ങനെ പറയല്ലോ, അതിപ്പോ നടനാവാം, സംവിധായകനാവാം, തിരക്കഥാകൃത്താവാം, ഒരു താരമൂല്യമുള്ള ഒരു സ്റ്റാർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം സിനിമയുടെ ഒപ്പം തന്നെ സഞ്ചരിച്ചതാണ്. അദ്ദേഹം വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇൻഡസ്ട്രിയിൽ സീനിയേഴ്സ് മുതൽ യുവതാരങ്ങൾ വരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ സൗബിൻ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് പിന്നിൽ പ്രവർത്തിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് അന്നയും റസൂൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നടനായി വന്ന് പിന്നെ ഹീറോ ആയി, വില്ലനായി, ഇപ്പോ രജനീകാന്തിന്റെ ഒപ്പം നമ്മുടെ ലോകേഷ് കനകരാജ് സിനിമയിൽ വരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായ സിനിമയുടെ കൂലിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ സൗബിന്റെ ക്യാരക്ടർ ഇതിൽ എന്താണെന്നുള്ളത്, ഇപ്പൊ ലോകേഷിന്റെ സിനിമകൾ നമുക്കറിയാം, അദ്ദേഹം എല്ലാം ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ മാനഗരം എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയിലൂടെ വന്ന് ഒറ്റടിക്ക് ഒരു ഇൻഡസ്ട്രിയിൽ പേരുണ്ടാക്കിയ ആളാണ് ലോകേഷ്. അത് കഴിഞ്ഞ് മലയാളികൾ അദ്ദേഹത്തെ ശരിക്കും കൂടുതൽ അറിഞ്ഞത് കൈദി എന്ന സിനിമയുടെ ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ്. കാരണം കൈദി അത്ര ഹൈപ്പില്ലാതെ വന്ന ഒരു സിനിമ, പക്ഷെ ആ കൈദി എവിടെയോ എത്തിച്ചു. അതായത് തമിഴ് സിനിമേനും എവിടെയോ കൊണ്ടെത്തിച്ചു, ലോകേഷ് എന്ന് പറയുന്ന സംവിധായകനും എവിടെയോ എത്തി. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം വിക്രം ചെയ്തു. വിക്രമിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സിനിമയാണ് വിക്രം. അതിനുശേഷം ഒരു ലോകേഷ് യൂണിവേഴ്സ് തന്നെ. പിന്നെ നമുക്ക് ലിയോ, ഇതൊക്കെ ഇന്ത്യ മുഴുവനും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറിയതാണ്. കാരണം ലോകേഷ് ഫാൻസ്, ഇപ്പൊ നമുക്ക് പറയാം, കേരളത്തിൽ ശരിക്ക് എത്ര തമിഴ് ഒരു ശങ്കർ, മണിരത്നം, ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ മലയാളികൾക്ക് ഒരു സംവിധായകൻ എന്ന രീതിയിൽ, അതായത് സംവിധായകന്റെ പേര് കണ്ട് തമിഴ് സിനിമകളോ അല്ലെങ്കിൽ അന്യഭാഷകളോ നമ്മൾ കാണാൻ പോരുന്നത് ഒരു കാലത്ത് ശങ്കർ, പിന്നെ മണിരത്നം, അതിനുശേഷം തെലുങ്കിലാണെങ്കിൽ രാജമൗലി, അങ്ങനെയായിരുന്നു. ആ ഒരു കൂട്ടത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇന്ന് തിയേറ്ററിൽ പോകുന്ന യുവതലമുറയെ വളരെ ആവേശത്തിലാക്കുന്ന സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ് ലോകേഷ് കനകരാജ്. ലോകേഷിന്റെ സിനിമയിൽ സൗബിൻ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് പുറത്തു വിട്ടിട്ടില്ല. കാരണം സൗബിൻ കുറച്ചു കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു മാറ്റി വെച്ചിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു പ്രാവിൻകൂടി ഷോപ്പ്. പ്രാവിൻകൂടി ഷോപ്പിന്റെ പ്രസ് മീറ്റിന്റെ സമയത്ത് എനിക്ക് ഓർമ്മയിട്ട് ചോദിച്ചപ്പോൾ സൗബിൻ എവിടെയും ഇതിനെ കുറിച്ച് വിട്ടു പറഞ്ഞില്ല. ഈ സിനിമയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിലൊരു ക്യാരക്ടർ മാത്രമാണ് ഞാൻ എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ
ഇപ്പൊ നാഗാർജുനയുടെ ചില ഇന്റർവ്യൂസ് വരുന്നുണ്ട്, അതുപോലെ ആമിർ ഖാൻ ഇന്റർവ്യൂവിൽ അവർ ചെയ്യുന്ന വേഷങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു ഹിന്റുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നാഗാർജുന എനിക്ക് തോന്നുന്നു ഒരു വില്ലൻ റോളാണ്, അതുപോലെ ആമിർ ഖാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലൊരു നെഗറ്റീവ് റോളാണ്. അതിനും മേളിലാണ് തോന്നുന്നു നാഗാർജുനയുടെ ഭയങ്കര ക്രൂവലായിട്ടുള്ള, നാഗാർജുന ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള വയലൻസും ക്രൂവൽറ്റി ഒക്കെ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ചർച്ചകളാണ്, നമുക്ക് സിനിമ ഇറങ്ങിയാലേ അറിയുള്ളൂ. പക്ഷെ ലോകേഷിന്റെ അതേപോലെ സൗബിന്റെയും അതുപോലെ തന്നെ സൗബിന് വളരെ സൗമ്യനായിട്ട് ചെറിയൊരു വേഷമാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പാട്ട്, പൂജ ഹെഗ്ഡെ ആണ് ആ പാട്ടിലെ ഒരു മെയിൻ സെൻട്രൽ ആ ഒരു അട്രാക്ഷൻ എങ്കിലും മലയാളികളുടെ അട്രാക്ഷൻ മുഴുവനും സൗബിനായിരുന്നു. കാരണം സൗബിൻ ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ഡാൻസ് ചെയ്യുന്നു. കാരണം അത് എനിക്കൊരു സാൻഡി മാസ്റ്റർ ആണ് അതിന്റെ കൊറിയോഗ്രാഫി. കാരണം സൗബിനൊക്കെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജൂറീസ് ആണെന്നല്ല, ആരൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അണ്ണം തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻഡസ്ട്രി അകത്ത് തന്നെയുള്ള സൗബിന്റെ സുഹൃത്തുക്കള് സിനിമാക്കാരൊക്കെ തന്നെ അത് ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമ ഓഗസ്റ്റിലാണ് റിലീസ് ആവുന്നത്. അപ്പം മലയാളത്തിൽ സൗബിൻ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി, ഹീറോ ആയി, ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായി. ഇനിയിപ്പോ തമിഴിലും സൗബിൻ, ഇപ്പൊ നമ്മുടെ ജോയി ചേട്ടൻ തമിഴിൽ പോകുന്നു, തെലുങ്കിലൊക്കെ പോയിട്ട് കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഷൈൻ ടോം കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ചെമ്പൻ വിനോദ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്ക് ഇനി സൗബിൻ വരുന്നു, അതൊരു വലിയൊരു റോള്. ഇപ്പൊ ജയിലർ 2 നമുക്ക് രജനീകാന്തിന്റെ വില്ലനായിട്ട് വിനായകൻ വന്ന് ഭയങ്കര കയ്യടി കൊണ്ടുപോയി. അതുപോലെ ഇതിൽ ശരിക്ക് നമ്മുടെ സ്റ്റൈൽ മന്നന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റോളാണെങ്കിൽ പിന്നെ ഒരു സൗബിനെ മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടുകാരും ഏറ്റെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് എന്തായാലും ഓഗസ്റ്റ് 14 സിനിമ റിലീസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 14 വേണ്ടി നമുക്ക് കാത്തിരിക്കാം.